നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഭഗവാനെ, ഓഹോ, അത് നിലത്തിട്ട് പൊട്ടിച്ചോ പാറു നീ? ഗോപിയുടെ അപശകുനമാണ്. എന്നും ഞാൻ തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന ഫോട്ടോയല്ലേ ഇത്? അതെന്താ കയ്യിൽ നിന്ന് വഴുതി പോയത്? ഓ, ഇനി അതി പിടിച്ച് കേറിക്കോ. നിന്റെ അശ്രദ്ധയ്ക്ക് അപശകുനൊന്ന് പറഞ്ഞാ മതി. ആ ചില്ല് കൊണ്ട് കാലൊന്നും മുറിയണ്ട. ശ്രദ്ധിച്ചു വാരിയെടുക്ക്. ജോത്സ്യരാണല്ലോ വിളിക്കുന്നത്. എന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്? എടുക്ക ഗോപിയേട്ടാ, സ്പീക്കർ ഇട്. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം സർ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. ജോത്സ്യർ എന്തോ പറയാൻ വേണ്ടി വിളിച്ചാണോ? വിശേഷം തിരക്കാൻ മാത്രമായിട്ട് ഞാൻ ഗോപിനാഥ് സാറിനെ വിളിക്കാറില്ലല്ലോ. ഒരു കാര്യം പറയാനുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ഞാനിപ്പോ വീട്ടിലാ. ഇവിടെ വെച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ. ഒരു കാര്യം ചെയ്യ്, സാർ ഭാര്യയും കൂട്ടിയിട്ട് ഭഗവതി അമ്പലത്തിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം. ശരി ജോത്സ്യരെ, എപ്പോ വരണം? വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളൂ. ജോത്സ്യരെ, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണോ? അത്യാവശ്യമുള്ള കാര്യമില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അമ്പലത്തിലേക്ക് വരാൻ ഞാൻ വിളിച്ചു പറയില്ലല്ലോ. വിഷയം നിർമ്മല തന്നെയാണ് സാർ. നിർമ്മലയെ പറ്റിയോ? ഒന്ന് പറ ജോത്സ്യരെ, എന്താ അത്? അമ്പലത്തിലേക്ക് വാ, എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. വേഗം ഇറങ്ങ്. ശരി, ഇപ്പൊ ഇറങ്ങാം. എന്തായിരിക്കും ഗോപിയേട്ടാ ജോത്സ്യൻ അമ്പലത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? ഇനിയിപ്പോ നിർമ്മല എങ്ങാനും ജോത്സ്യൻ വീണ്ടും കണ്ടു കാണുവോ? എന്തായാലും വിഷയം നിർമ്മല തന്നെയാ. സമയം കളയണ്ട. നിന്നെ കൊണ്ടുവെല്ലാം പറഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് പോവാം. ഗോപിയേട്ട, എനിക്ക് പേടിയാവുന്നു. എന്തായാലും നീ ഒന്ന് ഡ്രസ്സ് മാറി വേം വാ, പോകാം. ഇനിയിപ്പൊ ഡ്രസ്സൊന്നും മാറണ്ട, ഇതന്നെ മതി. ഗോപിയേട്ട, അതെ, എവിടെ പോന്നെന്ന് ആരോടും പറയണ്ട. ആ നിധിയെങ്ങാനും കണ്ട കുത്തി കുത്തി ചോദിക്കും. നടക്ക്, വാ. ഇവരിതെങ്ങോട്ടായിരിക്കും പോകുന്നത്? ഞാൻ പോലും അറിയാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത്. അതെവിടേക്കായിരിക്കും? അവിടെ ഉണ്ട്, വാ. ഗോപിയേട്ട, അതാ ജോത്സ്യൻ. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം. എന്താ ജോത്സ്യരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആ നിർമ്മലയെ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടോ? നിർമ്മല? പറയൂ ജോത്സ്യരെ, എന്താ കാര്യം? നിർമ്മല ഇപ്പോ എന്റെ വീട്ടിലുണ്ട്. എന്താ ജോത്സ്യരെ പറയുന്നത്? അവളെന്തിനാ ജോത്സ്യനെ തിരക്കി വന്നത്? നിർമ്മല തിരക്കി വന്നത് എന്നെയല്ല പാർവതി, ഗൗതമിനെയാ. അയ്യോ ദൈവമേ, അയ്യോ. എന്റെ മകനെ കാണണമെന്നും കുറച്ചു ദിവസമെങ്കിലും അവന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെയാണ് നിർമ്മലയുടെ ആവശ്യം. ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നത്? കേട്ടില്ല ഗോപിയേട്ട, ഞാൻ ഭയന്നത് പോലെ തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ? എന്റെ മോനെ നിർമ്മല
എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവും. അതിനവള് വന്നിരിക്കുന്നത്. മനഃപൂർവ്വം അവള് ഗൗതമൻ ആശുപത്രി കൊണ്ടുപോയത്, കൂടെ ഇരുന്ന് പരിചരിച്ച് അവന് സ്നേഹം പിടിച്ചു പറ്റിയത്. ഞാൻ കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ല. ദേവി എന്നെ മുൻകൂട്ടി കാണിച്ചു തന്നതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗോപിയേട്ടാ? ഇതെങ്ങനെ ഗൗതം അറിഞ്ഞാലോ? പാറു, നീ ഇന്ന് സമാധാനപ്പെട്. എന്നിട്ട് ജോത്സരെ, നിർമ്മല എന്തു പറഞ്ഞു? ആ ചിന്ത പോലും തെറ്റാണെന്ന് പറയാനല്ലാതെ ഒരു പെറ്റമ്മയെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ലല്ലോ എനിക്ക്. നിർമ്മല പറയുന്നത് പൊക്കിൾക്കൊടി ബന്ധത്തോടുള്ള സ്നേഹമാണ്. 10 മാസം ചുമന്നു പ്രസവിച്ച മകനെ കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. കാരുണ്യ അനാഥാലയത്തിൽ പോയി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവള് വന്നത്. അവളെ വിടുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടത്. പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ചോദിക്കണോ ജോത്സരെ? ഒരു കാരണവശാലും ഇനി നിർമ്മല ഗൗതമനെ കാണരുത്. അവൻ എന്റെ മോന്. ആർക്കു വേണ്ടി അവനെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. ജോത്സര് തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഏത് വിധേനയും അവളെ വിടുന്നു പറഞ്ഞു വിടണം. നിർമ്മല അങ്ങനെ അങ്ങ് പോകില്ല എന്ന് അവളുടെ മനസ്സ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയ അവളെയൊക്കെ എങ്ങനെ അമ്മ എന്ന് വിളിക്കാനാവും? 30 വർഷം കഴിഞ്ഞപ്പോഴാണോ മകനോടുള്ള സ്നേഹം വന്നത്? ഇത് നടക്കില്ല. നടക്കാൻ അനുവദിക്കില്ല ഞാൻ. നിർമ്മല ഈ നാട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ആപത്താ. വസുന്ധരയും ശിവാനിയും പോലും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തു നിൽക്കുക. ഒരു കാരണവശാലും നിർമ്മല ഇവിടെ നിൽക്കരുത്. അറിയോ, നിധി പോലും നിർമ്മല അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പ്രശ്നവും ഗോപിയേട്ട ഇത്. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, ഉറപ്പാ. ജോത്സൽ വിചാരിച്ചാൽ നടക്കും. എങ്ങനെയെങ്കിലും നിർമ്മല ഈ നാട്ടിൽ നിന്നൊന്ന് പറഞ്ഞുവിടും. വിവരം നിങ്ങളെ ധരിപ്പിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ശ്രമിക്കാന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ശ്രമിച്ചാ പോരാ, നടക്കണം. എന്തായാലും തൽക്കാലം നിങ്ങൾ പോയിക്കോ, ഞാനോ നോക്കട്ടെ. ജോത്സ്യർ നിർമ്മല ഒഴിവാക്കി തരുന്നുള്ള ആശ്വാസത്തിലാ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കൈവിടരുത്. ശരി ശരി, വാ പാറു. അപ്പൊ ഈ പറയുന്ന നിർമ്മല ജോത്സരുടെ വീട്ടിലുണ്ട്.